ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപ്രസ് ആണ്. അപ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ ഏറ്റവും ഹൈ ഫെമിനൈൻ എനർജിയിലിരിക്കുന്ന ദിവസമാണ്. ഏറ്റവും ഹയസ്റ്റ് ഫെമിനൈൻ എനർജിയാണ് എംപ്രസ് എന്ന് പറയുന്നത്. അതുപോലെ അബണ്ടൻസിൻ്റെ കാർഡാണ്, അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഒരുപാട് ഭാഗ്യം ഉള്ള ഒരു ദിവസം എന്നാണ് ഈ എംപ്രസിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിലെ ഒരു ഫെമിനിറ്റി മറ്റുള്ളവർ തിരിച്ചറിയും. ഫെമിനിറ്റി തിരിച്ചറിയും എന്ന് മാത്രമല്ല, ഫെമിനിറ്റി ചിലപ്പോൾ ഡീഫെയിംഡ് ആകാനും സാധ്യതയുണ്ടെന്നാണ് എംപ്രസ് എനർജി പറയുന്നത്. അതുപോലെ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുക, ഇതൊക്കെയാണ് ഫെമിനിറ്റി എംപ്രസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇതൊരു മദർഹുഡിൻ്റെ കാർഡാണ്. മദർഹുഡിൻ്റെ കാർഡാണെന്നല്ല, ഇതൊരു മദർഹുഡിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ പ്രത്യേകം പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നും ചെയ്യുന്നതിനേക്കാൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് എംപ്രസ് എനർജി. ഇതൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്, മദർഹുഡിൻ്റെ കാർഡാണ്, ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുക, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുക, ഇതൊക്കെയാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. അതുപോലെ തന്നെ ഒരു ഫെമിനിറ്റിയുടെ പീക്ക് എന്ന് പറയുമ്പോൾ അറിയാം, ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. അത് സെക്ഷുവാലിറ്റിയും കൂടെ ഇൻക്ലൂഡഡ് ആണ്, അതാണ് എംപ്രസ് എനർജി പറയുന്നത്. പ്ലസ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. ഒരു ഡീഫമേഷൻ്റെ കാർഡും കൂടിയാണ് എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നമ്മളെവിടെയെങ്കിലും ഒരു ഗ്യാതറിങ്ങിൽ പോവുകയാണെങ്കിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫെമിനൈൻ എനർജി തന്നെയായിരിക്കും. മറ്റുള്ളവർ നോക്കി ഇങ്ങനെ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നൊക്കെ അഭിപ്രായം പറയുക. അതുപോലെ സെൽഫ് ലവ് ചെയ്യുക, നമ്മളെ തന്നെ വളരെയധികം സ്നേഹിക്കുക, നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ അഭിമാന ബോധം ഉണ്ടാവുക, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുക, ഇതൊക്കെയാണ് എംപ്രസ് എനർജി. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വേണ്ടിയിട്ട് പണവും സമയവും സ്പെൻഡ് ചെയ്യുക എന്നതും എന്താണ് എംപ്രസ് എനർജി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫീമെയിൽ എനർജിയാണ് എംപ്രസ്. വളരെ ഭാഗ്യമുള്ള ദിവസമാണ്, അബണ്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണെന്നൊക്കെയാണ് പറയുന്നത്. ദെൻ 6 ഓഫ് സ്വോർഡാണ്. ഒരു യാത്രയുണ്ട്, പക്ഷേ ഒരു ദുരിതം പിടിച്ച യാത്രയാണെന്നാണ് കാണുന്നത്. അതായത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയൊന്നും അല്ല. ഇതിനകത്ത് നോക്കി കാണാം, ഒരാൾ വള്ളം തുഴഞ്ഞു പോവുകയാണ്, അയാളുടെ കൂടെ തല താഴ്ത്തിയ ഒരു സ്ത്രീയും കുട്ടിയും ഉണ്ട്. അപ്പോൾ ഒരു കുടുംബമാണ് യാത്ര പോകുന്നത്. അതിൻ്റെ കൂടെ ഒരുപാട് വാളുകളുണ്ട്. വാളുകളെന്ന് പറയുന്നത് അവരുടെ ദുഃഖവും ദുരിതവും തന്നെയാണ്. അപ്പോൾ ഇവിടെ സമാധാനമില്ലായ്മയിൽ നിന്നും സമാധാനമുള്ളവരിടത്തേക്ക് അയാൾ വള്ളം തുഴഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്, നിൽക്കുന്നിടത്ത് സമാധാനം ഇല്ല, അതുകൊണ്ട് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എങ്ങനെയെങ്കിലും ഒന്ന് ഇത് തീർന്നാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് തോന്നുന്ന എനർജി ഉണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു എനർജിയാണ്. അതായത് ഈ അവസ്ഥയിൽ നിന്നൊന്ന് മാറിപ്പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളത്. അപ്പോൾ ഒരു യാത്രയുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് ആ മോശം അവസ്ഥയിൽ നിന്ന് ശരിയായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് 6 ഓഫ് സ്വോർഡ് പറയുന്നത്. അപ്പോൾ ഒരു യാത്രയുണ്ട് കേട്ടോ, യാത്രയുണ്ട്. അത് സന്തോഷത്തോടു കൂടിയുള്ളതല്ല, സന്തോഷത്തിലേക്കുള്ള യാത്രയാണ്. ചിലപ്പോൾ ബാധ്യതകളോടുകൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ ചിലപ്പോൾ ജോലി കിട്ടിയൊക്കെ പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ദുഃഖമുള്ള അല്ലെങ്കിൽ ദുരിതമുള്ള ജോലി ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് മാറി അതിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെടുന്നതായിരിക്കാം. നല്ലൊരു സ്ഥലത്തേക്കൊക്കെ ജോലി മാറി പോകുന്നതായിരിക്കാം, ട്രാൻസ്ഫർ കിട്ടി പോകുന്നതായിരിക്കാം. ഇനി താമസിക്കുന്ന വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ വേറൊരു വീട്ടിലേക്കോ വേറൊരു സ്ഥലത്തേക്കോ മാറിപ്പോകുന്നതായിരിക്കാം. എന്തായാലും ഇരിക്കുന്നിടത്ത് സമാധാനം ഇല്ലാത്തത് കൊണ്ട് സമാധാനമുള്ളവരിടത്തേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ് 6 ഓഫ് സ്വോർഡ് പറയുന്നത് കേട്ടോ. ഒരു യാത്രയാണേ. ദെൻ പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. പേജ് ഓഫ് സ്വോർഡ്സ് നോക്കുന്നത് 6 ഓഫ് സ്വോർഡിലേക്കാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ മുൻപ് താമസിച്ചിരുന്നിടത്തു നിന്ന് മാറിപ്പോവോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറിപ്പോവോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും.
മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതായത് ഇന്നലെ സംഭവിച്ച കാര്യമായിരിക്കാം, ഇന്നലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോട്ടെങ്കിലും വഴക്കുണ്ടാക്കി അവരുമായിട്ട് അവരിൽ നിന്നൊരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ നോക്കി നിൽക്കുക. അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നുക. ആരെങ്കിലും നിങ്ങൾ ഇന്നലെ ഇൻസൾട്ട് ചെയ്തു, ഹേർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക. ചിലപ്പോൾ നിങ്ങൾക്കും അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നിരിക്കും. പേജേഴ്സോട് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കുന്നു, ആ ആളിലേക്ക് തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാരണം ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് ആ ആളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അയാളെ കാണുകയോ അയാളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു എനർജിയാണ് പേജ് ഓഫ് സോഡ്സും പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് റെക്ടിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അവരോട് സംസാരിക്കുകയോ കോംപ്രമൈസ് ആവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അവരെ ഇൻസൾട്ട് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം അതിൽ നിന്ന് മുന്നോട്ട് കാല് വെക്കുന്നുണ്ട്, പക്ഷേ പുറകോട്ട് പിടിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ആ ഒരു മൂഡ് സ്വിങ്സിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഇരിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ ഏസ് ഓഫ് വാൺസ് ഒരു പുതിയ തുടക്കം എന്നാണ്. അതുപോലെ നിങ്ങൾ പുതിയൊരു സംരംഭം എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. അത് തുടങ്ങാൻ പറ്റിയ ദിവസം തന്നെയാണ് ഏസ് ഓഫ് വാൺസ് പറയുന്നത്. ഇതൊരു പുതിയ കരിയർ ആയിരിക്കാം, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, പുതിയൊരു സംരംഭം തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളിന്ന് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കാം. ചിലപ്പോൾ ഡാൻസ് പഠിക്കുക, പാട്ട് പഠിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടെന്നാണ്. മോസ്റ്റ്ലി കുറേ പേർക്ക് പുതിയ ജോലി ആയിരിക്കാം കേട്ടോ. ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ തുടങ്ങിയാലോ എന്നൊരു ധാരണ അല്ലെങ്കിൽ മനസ്സിലൊരു ഐഡിയ വരുന്നതായിരിക്കും. പറഞ്ഞ പോലെ എന്താണ് ഡാൻസ് പഠിക്കുക, പാട്ട് പഠിക്കുക, മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുക, പിന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പുതിയ കാര്യം, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ 3 ഓഫ് കപ്സ് ആണ്. ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളിന്നൊരു ഗ്യാതറിങ്ങിൽ ഒത്തുചേരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഒരു ഒത്തുചേരലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 3 ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഭാഗമാവുന്നുണ്ടായിരിക്കാം. ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക, അവരുടെ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുക എന്നൊക്കെയാണ് 3 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണത് കേട്ടോ. സെലിബ്രേഷൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും ജോയിയുടെയൊക്കെ കാർഡാണ്. അപ്പോൾ ഒരു ഒത്തുചേരലിൽ ചിലപ്പോൾ നിങ്ങളൊന്ന് ഭാഗമാവുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സിനോടൊപ്പം ചിലപ്പോൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 3 ഓഫ് കപ്സ് പറയുന്നത്. ചിലപ്പം 2 or 3 പേര് ചേർന്നിട്ടുള്ള ഒരു ഗ്യാതറിങ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവിടെ മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞ് വഴക്കുണ്ടാവത്തില്ലേ, അതൊക്കെയാണ് 3 ഓഫ് കപ്സ് പറയുന്നത്. അതായത് മറ്റുള്ള ആളുകളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പ്രസൻസ് പറഞ്ഞിട്ട് വഴക്കുണ്ടാവുന്നതൊക്കെയാണ് 3 ഓഫ് കപ്സ് വരുന്നത്. ദെൻ 10 ഓഫ് കപ്സ് ആണ്. ഫാമിലി കാർഡാണ്. ഫാമിലി റീയൂണിയൻ ആണ്. അപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലാണ് വീട്ടിലുള്ള ആളുകൾ ഇപ്പോൾ ഉള്ളതെങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് ഒരു ഫാമിലി യൂണിയൻ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുക സമയം, അതുപോലെ അവരോടൊപ്പം പുറത്ത് പോവുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ സിനിമയ്ക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് 10 ഓഫ് കപ്സ്. ഒരു ഫാമിലി റീയൂണിയൻ്റെ കാർഡാണിത്. ഇത് ഫാമിലിയായിട്ട് താമസിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഫാമിലി ആയിരിക്കാം. അതല്ലെങ്കിൽ ഫാമിലി പോലെ ഉണ്ടായിരുന്നിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും അതൊരു റീയൂണിയൻ്റെ ദിവസമാണെന്നാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് നല്ലൊരു ഫാമിലിയൽ ബോണ്ടേജ് സ്ട്രോങ് ആവുന്ന, ഫാമിലിയിൽ ഹാപ്പിനെസ് കിട്ടുന്നൊരു ദിവസം എന്നാണ് കേട്ടോ 10 ഓഫ് കപ്സ് പറയുന്നത്. ദെൻ 6 ഓഫ് കപ്സ്. ഇത് നിങ്ങൾക്കൊരു ബ്രദർലി അല്ലെങ്കിൽ സിസ്റ്റർലി അഫെക്ഷൻ ഉള്ള ഒരാൾ, ഈ വീഡിയോ കാണുന്നൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരി സ്ഥാനത്തുള്ള ഒരാളായിരിക്കും. നിങ്ങൾ ഒരു സ്ത്രീയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരു സഹോദര സ്ഥാനത്തുള്ള ഒരാളായിരിക്കും. അവരിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം കിട്ടുന്നതായിരിക്കാം. ഫിനാൻഷ്യൽ ഹെൽപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ അല്ലാത്തൊരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം. അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സർപ്രൈസോ ഗിഫ്റ്റോ ഒക്കെ കിട്ടുന്നതായിരിക്കാം. അങ്ങനെയുള്ളൊരു എനർജിയാണ്. സിബ്ലിങ്സിനോട് ചേർന്നിട്ടുള്ള, നമ്മുടെ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ആരെങ്കിലും വരുന്നുണ്ടാകും. ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, കൂടെ ജോലി ചെയ്ത ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഉള്ളൊരു സമ്പർക്കമാണ്. അങ്ങനെയുള്ള ആളുകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. പഴയ വീട്ടിലേക്കോ നാട്ടിലേക്കോ ഒക്കെ ചിലപ്പോൾ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പഴയ നിങ്ങളുടെ ലൈഫിൽ മുൻപുണ്ടായിരുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ മറ്റാരോടെങ്കിലും പറയുന്നതോ അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലിരിക്കുന്നതോ ആയിരിക്കാം.
ചിലപ്പോൾ നിങ്ങൾ രാത്രിയിൽ സ്വപ്നം കാണുന്നതായിരിക്കാം. ഈ പഴയ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുണ്ടായിരുന്ന ആളുകളെ നിങ്ങൾ സ്വപ്നം കാണുന്നതായിരിക്കും. അതൊക്കെയാണ് 6 ഓഫ് കപ്പ് പറയുന്നത്. പിന്നെ ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പാസ്റ്റിലാണ് കേട്ടോ. പാസ്റ്റിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരിക്കും. ഇത് പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്, നൊസ്റ്റാൾജിയയുടെ കാർഡാണ്, ചൈൽഡ്ഹുഡിൻ്റെ കാർഡാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ഇത് പാസ്റ്റ് ലൈഫായിരിക്കും. ഈ ലൈഫിലെ പാസ്റ്റ് ഡേയ്സ് അല്ല, പാസ്റ്റ് ലൈഫിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് 6 ഓഫ് കപ്പ് പറയുന്നത്. അങ്ങനെ ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ വന്നിട്ടൊരു ഓഫർ തരാൻ സാധ്യതയുണ്ട്. ദെൻ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് ഒരു കംപ്ലീഷൻ്റെയും സക്സസിൻ്റെയും കാർഡാണ്. നിങ്ങൾക്ക് ഇന്നൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസമായിരിക്കാം. ചിലപ്പോൾ ഇതൊരു സൈക്കിളായിരിക്കും, ഒരു കാർമിക് സൈക്കിൾ എന്താവുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ, നിങ്ങളെ ഒരു സഹോദരി സ്ഥാനത്തോ സഹോദര സ്ഥാനത്തോ കണ്ടിട്ടുള്ള ഒരാൾ നിങ്ങൾ തമ്മിൽ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അതൊരു വഴക്കുണ്ടാക്കി പോയിട്ടുള്ളതാണെങ്കിൽ അവിടെ അതൊരു കോംപ്രമൈസിലേക്ക് വരുന്നു എന്നാണ്. അവിടെ വേൾഡ് കാർഡ് വരുമ്പോൾ അതിനർത്ഥം അത് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളായിരുന്നു. ആ കാർമിക് സൈക്കിൾ ഇന്ന ദിവസം എൻഡ് ആവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി പോയിട്ടുള്ള ഏതെങ്കിലും ആളുകളായിട്ട് ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോട് തെറ്റ് പറയുകയോ സോറി പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയാണ്. അതാണ് വേൾഡ് കാർഡ് കേട്ടോ. സക്സസ് ആൻഡ് കംപ്ലീഷൻ ആണ്. പിന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പുഴയിലോ തൊട്ടിലോ കുളത്തിലോ ഒക്കെ കുളിക്കാൻ പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ കുറേ ആളുകളുള്ള ഒരിടത്തേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ എനർജി സ്ക്വീസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. എനർജി ഊസ് ഔട്ടായി പോകാൻ സാധ്യത എന്ന് വെച്ചാൽ എനർജി വാമ്പേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അവർ നിങ്ങളെ കണ്ണ് വെക്കുക എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ്. ഈ ഈവിളായിട്ട് ഒരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് വാണ്ട്സ് ആണ്. ഇത് വീണ്ടും ഒരു സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. അതായത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് സെപ്പറേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ ഒരു സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. അതുപോലെ ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വർക്കാവുന്നതിൻ്റെ കാർഡാണ്. അതുകൂടാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഒരു ഘട്ടം പൂർത്തിയാവുക, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് അതിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ 1ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ, മറ്റുള്ളവർ അതിനെ ആദരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഹോം കമ്മിങ് ആണ്, വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു എനർജി ഉണ്ട്. പിന്നെ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വീട് നിർമ്മിതി, വീട് വാങ്ങുക വിൽക്കുക, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കല്യാണമോ കല്യാണ നിശ്ചയമോ പോലുള്ള എന്തെങ്കിലും ഒരു ഒക്കേഷൻ, ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് 3 ഓഫ് കപ്പിനകത്തും ഈ 4 ഓഫ് വാണ്ടിനകത്തും ഒക്കെ പറയുന്നത് ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ്. കല്യാണമോ കല്യാണ നിശ്ചയമോ പോലുള്ള സെലിബ്രേഷൻസിൽ പങ്കെടുക്കുക, പഴയ ആളുകളെ കാണുക, ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് കേട്ടോ. തന്നെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡാണ്. വീണ്ടും ഒരു യാത്രയുടെ കാർഡാണ്. ഇന്ന് വീണ്ടും ഒരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്, പുതിയൊരു യാത്രയാണ്. അതുപോലെ ഇത് ഒരു തീർത്ഥാടനം പോലെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു എനർജിയിലേക്ക് ഒരു യാത്ര പോയാൽ കൊള്ളാമെന്നൊരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിന്നൊരു യാത്ര പോകുന്നതായിരിക്കാം. പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, റിസ്ക് ഉള്ള ഏരിയയിലേക്കോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യാതായിരിക്കും മുന്നോട്ട് പോകുന്നത്. അവിടെ അപകടം ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മളെപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് വേണം എപ്പോഴും പോകാൻ വേണ്ടിയിട്ടുണ്ടോ. കാരണം ഈ കാർഡിനകത്ത് ഇയാൾ അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ താഴോട്ടാണ് വീഴാൻ പോകുന്നത്. അയാളത് ശ്രദ്ധിക്കുന്നില്ല. അയാൾ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എനർജിയിൽ നമ്മൾ പോയാലും നമുക്കിതേ അവസ്ഥയാണ് പറ്റാൻ പോകുന്നത്. നമ്മൾ താഴോട്ട് വീഴാനാണ് സാധ്യത. അപ്പോൾ റിസ്ക് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് കരുതി ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇതൊരു യാത്രയുടെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ തീർത്ഥാടനം പോലുള്ള യാത്രകൾക്ക് പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയൊരു തുടക്കമാണ്. നിങ്ങൾ പഴയതെല്ലാം പിന്നിലേക്ക് വേണ്ടെന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഫുൾ കാർഡ് പറയുന്നത്. ഒക്കെ ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സ് ആണ്. 9 ഓഫ് വാണ്ട്സ് ഒരു പേടിയുടെയും ഒക്കെ കാർഡാണ്. നിങ്ങൾക്ക് ഒരുപാട് കടമ്പകൾ കടന്നു പോയിട്ടുള്ള ഒരു
കാര്യം, ആ കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്കുള്ളതുപോലെയാണ്. അതുപോലെ ഏതോ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫാമിലിയും പണവുമായി ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പം ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു സ്ട്രഗിളിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടിട്ടുണ്ടായിരിക്കാം. വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ പൈസ വേണം, നിങ്ങൾക്ക് പൈസ ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലായിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് പൈസയ്ക്കുള്ളൊരു ആവശ്യം വരുമ്പോൾ ഞാനിത് എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നലായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. വീടുമായി ബന്ധപ്പെട്ടിട്ട് പണവുമായി ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് പേടിക്കാൻ, ഒന്നൊരു പരിഭ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വരുന്നു, വീട്ടിലെ ആവശ്യത്തിനാണ്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്നതാണ് ഈ 10 ഓഫ് പെൻറ്റക്കിളും ഹാങ്ക്ഡ് മാനും കൂടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം പണം ആവശ്യമുള്ള ആളുകളാണെങ്കിൽ പണം, നിങ്ങൾ ആ പണത്തിനെ ഓർത്ത് വേദനിക്കുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട. അത് ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും എന്നുള്ളത് ശരിയാണ്, പക്ഷേ പൈസ നിങ്ങളിലേക്ക് വന്ന് ചേരാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.